നമസ്കാരം. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും അധികം വിരോധമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു പന്തലിച്ചാൽ ഭാവി കോൺഗ്രസിൻ്റെ കക്ഷത്തിലായി പോവും എന്ന് തിരിച്ചറിഞ്ഞാണ് രാഹുലിൻ്റെ പിന്നാലെ നടന്ന് അയാളുടെ ചില ബലഹീനതകൾ കണ്ടെത്തി അയാളെ വലവിരിച്ച് പിടിച്ച് ജയിലിലടച്ചത്. CPMൻ്റെ കെണിയിൽ വീണുപോയ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നിട്ടും അടങ്ങിയിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റ് നിഷേധിച്ച കോൺഗ്രസ് പാർട്ടിക്കെതിരെ പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ശക്തമായ ഇടപെടൽ നടത്താൻ പറ്റി. ഏറ്റവും ഒടുവിലത്തെ ആഴ്ച രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വീഡിയോ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗതിയെപ്പോലും തിരിച്ചുവിട്ടത്. രാഹുൽ ചെയ്ത ചില വീഡിയോകൾ 30-35 ലക്ഷം ആളുകൾ കണ്ടു. മിക്ക വീഡിയോകളും 1-2 മില്യനാണ് കണ്ടത്. ആയിരക്കണക്കിന് ആളുകൾ ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. CPMൻ്റെ ഉറക്കം കെട്ടു. ഇത്രയധികം പിന്തുണ കേരളത്തിൽ മറ്റാർക്കുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് CPM ഞെട്ടിപ്പോയി. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഫക്റ്റ് അത്ര വലുതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പക്ഷെ അവരുടെ മുമ്പിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. എതിരാളികളെ നിഗ്രഹിക്കാൻ ഏതറ്റം വരെ പോകാൻ മടിയില്ലാത്ത സഖാക്കൾ കൂടിയിരുന്ന് ആലോചിച്ച് ഒരു കുറുക്കുവഴി കണ്ടെത്തി. ആ കുറുക്കുവഴി അവർ വിജയകരമായി നടപ്പിലാക്കിയിട്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈക്കെല്ലാം പെയ്ഡാണെന്നും പണം കൊടുത്ത് എവിടെ നിന്നൊക്കെയോ വാങ്ങിക്കൂട്ടുന്ന വ്യൂവും ലൈക്കുമാണെന്നും തെളിയിക്കാനായിരുന്നു ഇവരുടെ ഗൂഢാലോചന. അങ്ങനെ അവർ വിജയകരമായി ആ ഗൂഢാലോചന പൂർത്തിയാക്കി സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രീൻഷോട്ടുകൾ സഹിതം പ്രചരിപ്പിച്ചു തുടങ്ങി. എൻ്റെ ഒരു വാട്സാപ്പ് സുഹൃത്ത് വളരെ വേദനയോടെ എനിക്കൊരു സന്ദേശം ഇട്ടു. രാഹുൽ മാങ്കൂട്ടത്തിന് എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ ഇത് കണ്ടോ, ഞാൻ വ്യക്തിപരമായി പരിശോധിച്ചു നോക്കിയപ്പോൾ ഈ പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു എന്നാണ് അയാൾ പറഞ്ഞത്. അദ്ദേഹം എനിക്ക് അയച്ച ഓഡിയോ ക്ലിപ്പ് കേൾക്കുക. രാഹുലിന്റെ ലൈക്കുകൾ അങ്ങൊന്ന് പരിശോധിച്ച് നോക്കണം. അതിനകത്ത് ആദ്യത്തെ കുറച്ച് ലൈക്കുകൾ മാത്രമേ ഉള്ളൂ ഒറിജിനൽ ലൈക്ക്. ഒരു 100-150 ലൈക്ക് വരും. ബാക്കിയെല്ലാം ഫ്രോഡ് ലൈക്കുകളാണ്. അങ്ങ് ജസ്റ്റ് ആ ലൈക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി. ഇന്നലെ ഞാൻ ഒരു ചെറിയ യൂട്യൂബ് വീഡിയോ കണ്ടതാണ്. അപ്പൊ ഞാനത് ശരിയാണോ എന്നറിയാൻ വേണ്ടി അപ്പൊ ഞാനും അങ്ങൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ ലൈക്കുകളെല്ലാം 1.5 ലക്ഷം ലൈക്കുകളൊക്കെ ശരിയാണെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷെ ഇന്നലെ ഈ യൂട്യൂബിൽ വന്ന ഒരു ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അത് ചൈനീസ് ആൾക്കാരും അതുപോലെ നമുക്ക് ഈ മലയാളികളല്ല, അതായത് ഇന്ത്യക്കാരെ അല്ല, മറ്റ് വേറെ ഏതോ രാജ്യത്തുള്ള ചൈനീസ് പോലുള്ള അല്ലെങ്കിൽ വല്ല നോർത്ത് കൊറിയ അങ്ങനെയുള്ള അല്ലെ സൗത്ത് കൊറിയയോ ഒക്കെയുള്ള ആളുകൾ, അവരുടെ പേരും ആ പേര് പോലും നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. 100 കണക്കിന് 10,000 കണക്കിന് ലൈക്കുകൾ അങ്ങനത്തെ ആളുകളുടെയാണ്. അങ്ങ് ആ ലൈക്ക് മാത്രം ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ താഴോട്ട് നോക്കണം. ആദ്യത്തെ ഒരു 100-150 ലൈക്കെല്ലാം കറക്റ്റാണ്. പക്ഷെ പിന്നീട് കുറെ കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്ന ലൈക്കുകൾ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറെ ലൈക്കുകൾ ഒക്കെ കറക്റ്റ് ആയിരിക്കും. കുറെ ഡ്രാഗ് ചെയ്ത് ലാസ്റ്റിലേക്ക് നോക്കണം. ഒത്തിരി ലാസ്റ്റിലേക്കല്ല, കുറച്ച് ഡ്രാഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് അതിന്റെ സ്ക്രീൻഷോട്ടോട് എടുത്ത് ഇട്ടുതരാം. ഞാനിത് നേരിട്ട് സ്വയമായിട്ട് പരിശോധിച്ചിട്ട് എനിക്ക് മനസ്സിലായതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഇത് ഫ്രോഡ് ഇങ്ങനെ കാശ് കൊടുത്ത് മേടിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഈ അബിൻ വർക്കിക്കെതിരെ മത്സരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആരോപണം ശരിയായിരിക്കണമല്ലോ. ഇത് ഞാനെടുത്ത സ്ക്രീൻഷോട്ടുകളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്കിൽ കയറി ഞാൻ എടുത്ത ലൈക്കുകളുടെ സ്ക്രീൻഷോട്ടാണ്. ഇപ്പൊ എനിക്കൊന്ന് ഈ വാർത്ത പതുക്കെ പുറത്തു വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ അതിനകത്ത് കുറെ ലൈക്കുകൾ, അതായത് തംസപ്പിന്റെ ലൈക്കുകളൊക്കെ നോ ഡേറ്റ അവൈലബിൾ എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അത് മിക്കവാറും നോ ഡേറ്റ അങ്ങനെ ആക്കിയതായിരിക്കും, ആരും പരിശോധിക്കാതിരിക്കാൻ വേണ്ടി ആക്കിയതായിരിക്കും. ഇത് ഈ ലവിന്റെ സൈനുള്ള ലൈക്കുകളാണ്. അത് മൊത്തം കംപ്ലീറ്റ് ആദ്യത്തെ കുറച്ച് ലൈക്സ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ഈ ലവിന്റെ സൈനുള്ള ലൈക്കുകൾ കിടക്കുന്നത് ഈ ചൈനീസ് പേരുകളിലാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ചൈനീസ് ആരാധകര് ഉണ്ടോ? ചൈനയിലും മറ്റുള്ള ഏത് രാജ്യത്തുനിന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത ആൾക്കാരെങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരാധകരായി മാറുന്നത്? പിന്നെ നമ്മൾ ഇതിന്റെ യഥാർത്ഥ കണക്ക് കുറച്ചുകൂടെ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ചിരിച്ച് കളിയാക്കിക്കൊണ്ടുള്ള എമോജി ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ മലയാളികൾ ലൈക്ക് ചെയ്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കളിയാക്കി ചിരിച്ചുകൊണ്ടുള്ള ഇമോജികളാണ് കൂടുതലുള്ളത്. അത് യഥാർത്ഥത്തിലുള്ള ലൈക്കുകൾ എന്ന് പറഞ്ഞാൽ 100-150 മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യം നോക്കാൻ പറ്റുന്നത്രോളം നോക്കിയപ്പോഴും അതിനുശേഷം കൂടുതൽ ഇതാ കാണുന്നത്. ഇപ്പൊ ഇന്നലെ ഞാൻ നോക്കിയപ്പം ഈ തംസപ്പിന്റെ ലൈക്കുകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോ അത് നോക്കുമ്പം
ഞാനിപ്പോൾ നോക്കിയപ്പം അത് നോ ഡേറ്റ അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുക. അത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് വാർത്ത ആയതുകൊണ്ട് മിക്കവാറും അത് മാറ്റിയതായിരിക്കണം. പക്ഷെ ഈ ലവിന്റെ എമോജി ഉള്ളത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് അത് നോക്കിയാണ് ഞാൻ ഇപ്പം സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നത്. അതിനകത്ത് യഥാർത്ഥത്തിൽ ലൈക്കുകളെക്കാളും കൂടുതൽ കളിയാക്കിക്കൊണ്ടുള്ള എമോജിയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ആ കളിയാക്കിക്കൊണ്ടുള്ള എമോജി മൊത്തം നമ്മൾ മലയാളികളുടെ ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ അങ്ങ് പറഞ്ഞതിന് ശേഷം വീണ്ടും എടുത്ത് നോക്കിയപ്പോൾ അതെല്ലാം നോ ഡേറ്റ അവൈലബിൾ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അതായത് വ്യക്തമാണ് ലൈക്കുകൾ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ഏതോ ചൈനീസ് കമ്പനിയിൽ നിന്നോ ഇതുപോലത്തെ ഏതോ ഫ്രോഡുകൾ ഉള്ള കമ്പനിയിൽ നിന്നോ എല്ലാ പോസ്റ്റിനും ലൈക്കുകൾ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. അപ്പം തന്നെ ആലോചിച്ച് നോക്കൂ, ഈ ലൈക്കുകൾ പർച്ചേസ് ചെയ്യാൻ എന്തുമാത്രം കാശ് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഏത് അക്കൗണ്ടിൽ നിന്നായിരിക്കും പൈസ കൊടുക്കുന്നത്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ ഫ്രോഡല്ലേ നടത്തുന്നത്. ഇപ്പൊ ഇതിനൊക്കെയുള്ള പൈസ തന്നെ എവിടുന്നാണ്? അപ്പൊ എന്തുമാത്രം വലിയ ഇത് നമുക്ക് ഈസി ആയിട്ട് പരിശോധിക്കാവുന്നേ ഉള്ളൂ. അങ്ങ് കയറി ആ ലൈക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇന്നലെ ഞാൻ ആ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഞാൻ നോക്കിയതാ. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്ന ഈ സുഡാപ്പികളെല്ലാം കൂടെ കൊടുക്കുന്ന ലൈക്കാണ് ഇതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അവര് പോലും ലൈക്ക് കൊടുക്കുന്നില്ല, മൊത്തം പർച്ചേസ് ചെയ്യുന്നതാണ്. ഇതിനിടയിൽ ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ ഈ വാർത്തയെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ പെയ്ഡ് പ്രൊമോഷന്റെ ആളാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരണവും ആരംഭിച്ചു. ഹരിതം ഷാജു എന്ന ഒരാളാണ് വാസ്തവത്തിൽ ഈ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. കുറെ സഖാക്കൾ പറയുന്നത് കേട്ടിട്ട് ഫാക്ട് ചെക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് മാങ്കാണ്ടിയുടെ പോസ്റ്റിൽ കയറി ആരൊക്കെയാണ് ലൈക്ക് ചെയ്തത് എന്ന് നോക്കിയതാണ്. ആദ്യത്തെ കുറച്ചു ഭാഗം കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് ചെയ്യുന്നത് ഓരോ സ്ക്രീൻഷോട്ടിലും കുറെ ഫേക്ക് ഐഡികൾ അഥവാ പെയ്ഡ് ഐഡികൾ. എന്നാലും ഈ മാങ്കാണ്ടിയുടെ ഒരു കാര്യം തട്ടിപ്പില്ലാത്ത ഒരു കളിയുമില്ല. വാസ്തവത്തിൽ ഇത് CPM-ന്റെ കാഞ്ഞ ബുദ്ധിയിൽ പിറന്ന മറ്റൊരു രാഹുൽ വിരുദ്ധ വേട്ടയാടലായിരുന്നു. ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഫേക്ക് ലൈക്കുകൾ രാഹുൽ മാങ്കൂട്ടം ഏറ്റവും ഒടുവിലിട്ട മറക്കരുത് ഈ പിണറായിയുടെ 10 വർഷം എന്ന വീഡിയോയ്ക്കിടയിൽ മാത്രമാണ്. അതിനു മുമ്പ് മാങ്കൂട്ടമിട്ട ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു വീഡിയോയ്ക്കിടയിലും അത്തരം ലൈക്കുകളില്ല. മാത്രമല്ല കൃത്രിമ ലൈക്കുകളെല്ലാം തന്നെ കെയർ എന്ന ഒരു പ്രത്യേകതരം ലൈക്കാണ്. ഇമോജിയിലോ ലവിലോ ഒന്നും ഒരു കൃത്രിമത്വവുമില്ല, കമന്റിലൊന്നും അപരിചിതരില്ല. വാസ്തവത്തിൽ ബോധപൂർവം CPM രാഹുലിന്റെ ഇമേജ് തകർക്കാൻ വേണ്ടി പണം കൊടുത്ത് കുറെ ലൈക്കുകൾ ഇങ്ങനെ കൃത്രിമമായി വാങ്ങി ചെയ്യിപ്പിച്ചതാണ്. എന്നിട്ട് ഇത് രാഹുൽ വാങ്ങി ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നു. അല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കെയർ എന്നതൊഴികെ ബാക്കിയൊന്നിനും വരാത്തത്? എന്തുകൊണ്ടാണ് ഈ വീഡിയോ അല്ലാതെ മറ്റൊരു വീഡിയോയുടെ മടിയിൽ ഇത്തരം ലൈക്കുകൾ വരാത്തത്? അവയെല്ലാം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതാണെന്ന് ഓർക്കണം. എന്തായാലും രാഹുൽ ഇവന്മാരെ തേച്ചൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. കൃത്യമായ വിശദീകരണമായി രാഹുൽ രംഗത്ത് വന്നതോടെ ഇവറ്റകൾ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടിയിട്ടുണ്ട്. രാഹുൽ പറയുന്നത് കേൾക്കുക. അപ്പോഴേ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ചില്ലായിട്ടിരിക്കുമ്പോഴാണ് CPM-കാർ പുതിയൊരു നുണബോംബുമായിട്ട് വന്നത്. അതുകൂടി നിർവീര്യമാക്കിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ ചില സുഹൃത്തുക്കൾ CPM-ന്റെ കുറച്ച് സൈബർ കൃമി കീടങ്ങൾ അവർ ഫേസ്ബുക്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രചരണം നടത്തുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വീഡിയോസ്, ആ വീഡിയോസിന് കിട്ടിയ മില്യൺ കണക്കിന് വ്യൂവർഷിപ്പും അതുപോലെ ലക്ഷക്കണക്കിന് റിയാക്ഷൻസും ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അത് തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വന്ന ലൈക്കുകളാണ്. നമുക്ക് അവിടെയും പിടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റിയാക്ഷൻസ്. അവരുടെ ഒരു തരം മോങ്ങലാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം അത് മൈൻഡാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സാധാരണ ക്രിമികീടങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കാറുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം മലയാളത്തിലെ മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങളുടെ എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത് വാർത്തയായിട്ട് വന്നു. എല്ലാ ചാനലിലും കാണുമല്ലോ ഈ നുഴഞ്ഞു കയറി ഏതെങ്കിലും ഈ സൈബർ ക്രിമികീടം അവർ ചെയ്ത പണിയായിരിക്കാം. ബോധ്യപ്പെട്ട ചാനലുകളെല്ലാം വാർത്ത പിൻവലിച്ചു. ഇപ്പോഴും ആ വാർത്ത കിടക്കുന്നത് ഒന്ന് കൈരളിയിലും പിന്നെ കൈരളി പ്രോമാക്സ് ആയ ന്യൂസ് മലയാളത്തിലുമാണ്. കൈരളി വരുന്നതെല്ലാം സത്യമായതുകൊണ്ട് മറുപടി പറയേണ്ട കാര്യമില്ല. ഈ ന്യൂസ് മലയാളത്തിൻ്റെ പ്രത്യേകത പറയാം. ഇത്തരത്തിൽ കൃത്രിമമായിട്ട് വ്യൂവർഷിപ്പ് ഉണ്ട് ഈ യൂട്യൂബിൽ എന്നതിൻ്റെ പേരിൽ യൂട്യൂബ് 2 ദിവസം ബാൻ ചെയ്ത ചാനലാണ് ഈ മാധ്യമ സ്ഥാപനം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ പറയാൻ നല്ല യോഗ്യതയുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പം നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം മറക്കരുത് നാളെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇക്കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ 10 വർഷത്തെ ദുരിത ജീവിതത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തിയ വീഡിയോ. അതിനകത്താണ് ഈ തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ആളുകൾ വന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമുക്കത് നോക്കാം. 1,38,000 റിയാക്ഷൻസ് ലൈക്കായും കെയറായും ഹാർട്ടായും അതുപോലെ ലാഫിംഗ് ഇമോജിയായിട്ടും ഒക്കെ വന്നിട്ടുള്ളൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിനകത്ത് ലൈക്കിൻ്റെ പാർട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ വളരെ സ്വാഭാവികമാണ്. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ CPM-കാരെ പോലെ ലൈക്ക് ഉണ്ടല്ലേ, ഇവരൊരു നുണബോംബിനെ നിർവീര്യമാക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് പറയുന്നേ ഉള്ളൂ. ലൈക്കിൻ്റെ പാർട്ടിൽ കുഴപ്പമില്ല, അതിൻ്റെ ആ ലവ് റിയാക്ഷൻ്റെ പാർട്ടിൽ കുഴപ്പമില്ല, ലാഫിംഗ് റിയാക്ഷൻ്റെ പാർട്ടിലും വലിയ കുഴപ്പമൊന്നുമില്ല. CPM-കാരുടെ കുറച്ച് ഫേക്ക് IDs ഉണ്ട്, അത് പോട്ടെ, സാരമില്ല. പക്ഷേ കെയറിലേക്ക് വരുമ്പോൾ മാത്രം ഉണ്ടല്ലോ കുറച്ചധികം കെയറേട്ടന്മാർ തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഹൊസ്റൈന, വാലി ഗേബെ,
പിന്നെ റുസ്താം സബോ, ഫെലിക്സ് ജീൻ, റാമൻ ഡ്രേയസ്. ആരാ 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 ഇവരൊക്കെ? എനിക്കും അറിയില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻസ് എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് ഒരേ സമയത്താണ് ഈ റിയാക്ഷൻസ് എല്ലാം വന്നത്. അപ്പോൾ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ തൊട്ട് താഴത്തെ പോസ്റ്റ് നോക്കി. അതിനകത്തെ റിയാക്ഷൻസ് ഒക്കെ നോക്കുമ്പം ഇവരവിടെ ഇല്ല. അതിന് തൊട്ട് താഴത്തെ പോസ്റ്റ് എടുത്ത് നോക്കി, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്തുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റും, അവിടെയും ഈ ചങ്ങാതിമാരില്ല. അതിന് താഴെ CPM സ്വർണ്ണം കെട്ടതിനെ പറ്റി എഴുതി പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനകത്ത് ഈ ചങ്ങാതിമാരും വന്നില്ല. അതിന് താഴെ വയനാട് ഫണ്ട് കളക്ഷനെ പറ്റി പോസ്റ്റ് ഉണ്ട്, ഇരുണ്ട കാലത്തെ പറ്റി പോസ്റ്റ് ഉണ്ട്, നമ്മുടെ ഈസ്റ്റർ ആശംസയുണ്ട്, പിന്നെ വയനാട് ഫണ്ട് കളക്ഷൻ സർക്കാർ അടിച്ചു മാറ്റിയതിനെ പറ്റി പിന്നെയും പോസ്റ്റുകളുണ്ട്, പിന്നെ SDPI CPM ധാരണയെ പറ്റി പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റുകളിലൊന്നും പോട്ടെ, ഏറ്റവും റിയാക്ഷൻസ് ഉണ്ടായ 2,15,000 ആളുകൾ റിയാക്ട് ചെയ്യുകയും ഏതാണ്ട് 42 ലക്ഷം ആളുകൾ കാണുകയും ചെയ്ത പോസ്റ്റ് എടുത്ത് ഞാൻ വളരെ വിശദമായിട്ട് നോക്കി. അവിടെ നമ്മുടെ ഈ ചൈനക്കാരും തായ്ലൻഡുകാരും ഒന്നും വന്നില്ല. അവർക്കെന്തേ അങ്ങോട്ടേക്ക് മാത്രം വിസ കിട്ടിയില്ല എന്നാണോ? അപ്പോൾ ഒറ്റ പോസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ CPM ഏതൊക്കെയോ ഗ്രൂപ്പുകളിലേക്ക് ഇത് പ്രചരിപ്പിച്ചിട്ട് അപ്പോൾ അവർ വളരെ കൃത്രിമമായിട്ട് നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. CPM ഒരു പ്രധാനപ്പെട്ട പ്രചരണ രീതിയാണ് ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. പറയുന്ന ആളെ ഡിസ്ക്രെഡിറ്റ് ചെയ്താൽ പറയുന്ന കാര്യത്തിൻ്റെ ആശയത്തിൻ്റെ ഒരു കാമ്പ് പോകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മുടെ ശ്രീ രമേശ് ചെന്നിത്തല ഇവരൊരു കാലം മുഴുവൻ സംഘിച്ചാപ്പ കുത്തുകയായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല എപ്പോഴെങ്കിലും സംഘപരിവാറിനോടൊരു മൃദു സമീപനമെങ്കിലും കാണിച്ചിട്ടുള്ള ഒരാളല്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹത്തിൻ്റെ സെക്കുലർ ഡൊമൈനാണ്, സ്റ്റേറ്റസ് ആണ്. അതിനെ ദുർബലപ്പെടുത്തുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത വീഡിയോസിന് വലിയ വ്യൂവർഷിപ്പ് കിട്ടിയപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല, നാട്ടുകാരല്ല കണ്ടത്, ചൈനക്കാരും തായ്ലൻഡുകാരുമാണ് കണ്ടതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോധപൂർവമായ ശ്രമമാണ്. അപ്പോൾ ഈ CPM PR ചെയ്യുന്ന ഒരു ചങ്ങാതി ഉണ്ടല്ലോ, ഈ മുജ്ജന്മത്തെ ശത്രുക്കളാണ് ഇജ്ജന്മത്തിൽ മക്കളാകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. പൊളിറ്റിക്കലി എത്ര കറക്റ്റ് ഒന്നുമല്ല എങ്കിലും ചില മക്കൾ മുജ്ജന്മത്തിലെ ശത്രുക്കൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് CPM ഈ പ്രചരണ രീതി. അവനെ ഒന്ന് നോക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. അപ്പോൾ ഇനി ആ ചങ്ങാതിയോട് പറയുന്നത്, CPM എന്തായാലും പ്രചരണം നടത്താൻ കുറച്ച് പൈസ തന്നല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി എല്ലാ പോസ്റ്റിലും ചെയ്താലേ ഇതിന് കുറച്ചും കൂടെ വിശ്വാസ്യത ഉണ്ടാകൂ. ഇത് ഒറ്റ പോസ്റ്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ വന്നിരുന്നിട്ട് നിങ്ങളുടെ നുണബോംബിനെ വളരെ പെട്ടെന്ന് തന്നെ നിർവീര്യമാക്കാൻ കഴിയില്ലേ? ഇനിയും ഇത് ഞാൻ കാശ് കൊടുത്ത് ചെയ്തതാണെങ്കിൽ ഈ പോസ്റ്റുകളുടെയൊക്കെ ഇൻസൈറ്റ് ഞാൻ കാണിക്കാം. അത്രയൊന്നും ഡീറ്റെയിലേക്ക് പോകേണ്ട കാര്യമില്ല, കാരണം ഇത് നാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ മിടുക്കൊന്നുമല്ല, നിങ്ങളുടെ സർക്കാരിൻ്റെ കൊള്ളരുതായ്മയെപ്പറ്റി ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവർ കണ്ടതാണ്. അത് നിങ്ങൾക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. അത് പോട്ടെ, ഇനി നിങ്ങളുടെ അവകാശവാദം എന്താണ്? ഈ കെയർ ഇമോജിയിൽ വന്ന ഈ തായ്ലൻഡുകാരും ഈ മലേഷ്യക്കാരും ഈ ചൈനക്കാരും ഒക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, ഇത് വയനാട് ഫണ്ട് വെട്ടിച്ചതാണെന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചലഞ്ച് പറയാം. വയനാട് ഫണ്ട് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനോ യൂത്ത് കോൺഗ്രസോ ഒരുപാടൊന്നും വേണ്ട, ഒരു ചില്ലി കാശ് വക മാറ്റിയെന്ന് തെളിയിച്ചാൽ കടം വാങ്ങിയിട്ടായാലും ഒന്നും നോക്കണ്ട, 1 കോടി രൂപ അത് തെളിയിക്കുന്നതാക്കി തരും. ഞാൻ കാശ് കൊടുത്തിട്ട് ലൈക്ക് വാങ്ങിയതാണെന്ന് പറയുന്ന CPM സൈബർ ക്രിമികീടങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. മിസ്റ്റർ പിണറായി വിജയൻ കേരളത്തിൻ്റെ കുറച്ച് ദിവസത്തെ കൊണ്ടുള്ള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കേരളത്തിൽ വോട്ട് ചെയ്ത വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ കെയർ സെക്ഷനിലേക്ക് ഞാൻ എടുത്തു നോക്കി. നുവാൻ ഹ്വാങ്, മസ്വാ എംബാലി, ക്വാൻ നുഹു, ക്വാച്ച് വാൻ, റഹീം ഖ്വാൻ, ഇവരൊക്കെ നമ്മുടെ പയ്യോളി ഏരിയ കമ്മിറ്റിയിലെ സഹാക്കന്മാരായിരിക്കും. പിന്നുണ്ട് മെഷാക് സമാറോ, റാൻ, നയിം ജി, സെൽസിക്കി, ഇവരൊക്കെ നമ്മുടെ മയ്യിൽ സഹാക്കന്മാരായതുകൊണ്ട് കുഴപ്പമില്ല. ദേ ചൈനക്കാർ, ദേ തായ്ലൻഡുകാർ, മൂപ്പര് പിന്നെ വിശ്വ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ, ലോകമാകെ കമ്മ്യൂണിസം ശോഭിച്ചിടാൻ കാരണഭൂതനായിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് ചൈനയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും കൊറിയയിൽ നിന്നും ഒക്കെ ലൈക്ക് വരുന്നതിനകത്ത് നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതൊക്കെ പോട്ടെ. അപ്പം കാശ് കൊടുത്തിട്ടാണ് ഈ ലൈക്ക് വാങ്ങുന്നതെങ്കിൽ പിണറായി വിജയൻ ഈ ലൈക്കൊക്കെ വാങ്ങിയത് എവിടുന്നാണ്? വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്മാരുടെ പൈസ വെട്ടിച്ചിട്ടുള്ള പണം, ആ പണം എടുത്തിട്ടല്ലേ ലൈക്ക് വാങ്ങിയത്? അതോ സാധാരണക്കാരായ മനുഷ്യന്മാരെ PR പേര് പറ്റിച്ചിട്ടുണ്ടാക്കിയ പൈസയോ? എന്തായാലും മറുപടി പറയേണ്ടി വരും. CPM സൈബർ ക്രിമികീടങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ആർജവമുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ എഴുതിയ ഏതെങ്കിലും ഒരു പോസ്റ്റോ ഇതുവരെ ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോയോ പെയ്ഡ് PR വർക്ക് നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ച് കാണിക്കുക. അപ്പോൾ ഇനിയും നീ വരില്ലേ ഇതുവഴി കൊറിയയിൽ നിന്നുള്ള ഫേക്ക് ഐഡികളെ മേയിച്ചുകൊണ്ട്?